ഹലോ ഗോയ്സ്, ഇന്ന് ഓഫീസിൽ നമുക്ക് നല്ല സ്ട്രീറ്റിൽ എന്തെങ്കിലും ഫുഡ് കിട്ടുമോ നോക്കാം. അപ്പം നമ്മളൊരു പ്രൈമറി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ കടന്നു പോവുകയാണ് ഗോയ്. ചോലയെ കുളിച്ച ഇടയിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. പത്തൂരൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടാവും. പക്ഷേ കുൽച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡൽഹിക്കാരുടെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഫുഡാണ്. ഹെൽത്തി ടു ഓയിൽ അധികം ഇല്ലല്ലോ. അത് ആവി പറക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വായിൽ നിന്ന് വെള്ളം പോരും. ഇത് കടല പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ മല്ലി മുളകൊക്കെ ഇട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ മണടിക്കുമ്പോൾ തന്നെ വായിന് കപ്പലോടും. എന്നിരുന്നാലും ഒന്ന് കഴിച്ചിട്ട് തന്നെ പറയാം. അങ്ങനെ നമ്മൾ ചോലയുടെ പാത്രം തുറക്കാൻ പോവുകയാണ്. അടിപൊളി നല്ല മല്ലി മുളകും സവാളയൊക്കെ ഇട്ട് നല്ല ചുക്കിനും ചോല. ഇതാണ് നമ്മ പറഞ്ഞ സോഫ്റ്റ് കുൽച്ച. ഒരു പൊറോട്ടയുടെ ഒക്കെ ഒരു ടെക്സ്ചറാണ് ഇതിന്. ഇതിങ്ങനെ ചുരുട്ടി വായിൽ വെച്ചാലുണ്ട് സാറേ, വെച്ചോക്കാം. എല്ലാം അറിയുള്ളൂ. ഡയലോഗ് അടികൾ നിർത്തി നമുക്ക് ഡൽഹിക്കാർ കഴിക്കണമായിരി ഒത്തന്റിക് ആയിട്ടൊന്ന് കഴിച്ചു നോക്കിയാലോ. ഇങ്ങനെ കുൽച്ചക്കൂട്ടനെ ചുരുട്ടി പിടിച്ച് മടക്കി ഒരു ഗുഹയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലോട്ട് ചോലയിട്ട് കഴിക്കണം ഇവിടുത്തെ ശീലം. നമുക്ക് പക്ഷെ അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ വരുത്താൻ കമ്പനിക്ക് അധികാരമുണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ. ഈ കുൽച്ചക്കൂട്ടനെ നമ്മുടെ കയ്യിലെത്താൻ വെറും 30 രൂപ മാത്രമാണ് ഇവർ ചാർജ് ചെയ്യണത്. ഇങ്ങനെ നാടൻ രീതിയിലും നമുക്ക് ഈ കുൽച്ചക്കൂട്ടനെ കഴിക്കാം. ഒരു നേരത്തെ വയറ് ഇങ്ങനെ നിറയ്ക്കാൻ ഡൽഹിയിലേ പറ്റുള്ളൂ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ ക്ഷീണത്തോടുകൂടി നമുക്ക് ഓഫീസിലോട്ട് വീണ്ടും പ്രവേശിക്കുകയാണ് ഗോയ്സ്. ഓക്കെ, ബൈ.